അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നാമത്തെ വയസ്സിൽ കഫം മൂലം ആരോഗ്യപരമായി പ്രശ്നങ്ങൾ നേരിടാം. ബാലാരിഷ്ടതകൾ ഉള്ളതുകൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും വഴിപാടുകളും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തെ വയസ്സിൽ ചിലന്തി വിഷയങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതും ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഏഴാമത്തെ വയസ്സിലാവട്ടെ ഈ ശ്വാസ തടസ്സങ്ങൾ മൂലം കഫാധിക്യം മൂലവും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ഫലപ്രദമാക്കേണ്ടതാണ്. ദഹന വ്യവസ്ഥകളും ശരിയാക്കേണ്ടതുണ്ട്. 17ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ ഏറെ കാണുന്നു. അത്തരം സാഹചര്യങ്ങൾ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 22ാമത്തെ വയസ്സിൽ സ്ത്രീജനങ്ങളെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതും അസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം വിഷാംശമയമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 27ാമത്തെ വയസ്സിലും നാൽക്കാലികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. അത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ജാതക പരിശോധനാ കാര്യങ്ങൾ നടത്തേണ്ടതും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സമയമായി കാണുന്നു. 33ാമത്തെ വയസ്സിൽ ശത്രുക്കൾ മൂലം ചില ഉപദ്രവങ്ങൾ നമുക്ക് നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ വീണ്ടും ഈ ഫുഡ് പോയ്സൺ മുതലായിട്ട കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളിലേക്ക് കടക്കേണ്ട ഒരു കാലഘട്ടമായി കാണുന്നു. 40ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് ആ കാലഘട്ടങ്ങളിലും വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 44ാമത്തെ വയസ്സിൽ വാദസംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ടും തലവേദന, കഴുത്തിന് മുകളിലുള്ളതായിട്ട് ഭാഗങ്ങൾക്ക് വരുന്ന ദോഷങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ട ഒരു കാലഘട്ടമായി സൂചിപ്പിക്കുന്നു. 65ാമത്തെ വയസ്സിൽ വീണ്ടും ഈ കഫാധിക്യം മൂലമോ തണുപ്പ് പറ്റാത്ത കാലാവസ്ഥ മൂലമോ ശ്വാസ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ കാലഘട്ടങ്ങളിലും തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ടതുണ്ട്. 83ാമത്തെ വയസ്സിൽ ശ്വാസവികാരത്താലും വയറ്റുവേദന മുതലായിട്ടുള്ള അരിഷ്ടതകൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും ജാതകവശാൽ കൂടി പരിശോധന നടത്തി വേണ്ടതായ ദോഷപരിഹാരങ്ങളും ചെയ്യേണ്ട ഒരു കാലഘട്ടമായി സൂചിപ്പിക്കുന്നു. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 100ാമത്തെ വയസ്സിൽ ഇടവമാസത്തിലെ അപരപക്ഷ അഷ്ടമിയും ചൊവ്വാഴ്ചയും കൂടിയ ദിവസം അനിഴം നക്ഷത്രമുദിച്ച് 7 നാഴികയ്ക്ക് ചില ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം അറിവുകൾ എല്ലാ അനിഴം നക്ഷത്രക്കാർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.